ചലഞ്ചർ ആപ്പ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് നോക്കുന്നത് ജനുവരി 2025 കറണ്ട് അഫയേഴ്സ് ആണ്. അപ്പൊ നമുക്കറിയാം ഇനി വരുന്ന എക്സാംസിനൊക്കെ കറണ്ട് അഫയേഴ്സ് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ASM ഉൾപ്പെടെയുള്ള എക്സാം, ASMനൊക്കെ 20 മാർക്കിനോളം ചോദിക്കുന്നുണ്ട്. അതുപോലെ ഡിഗ്രി പ്രിലിംസ് എല്ലാത്തിനും കറണ്ട് അഫയേഴ്സ് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അതുകൊണ്ട് മന്ത്ലി കറണ്ട് അഫയേഴ്സ് ആയിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പൊ നിങ്ങൾ എല്ലാ മന്ത്ലി കറണ്ട് അഫയേഴ്സും പഠിക്കുക. എന്നിട്ട് പിന്നെ എക്സ്ട്രാ എന്തെങ്കിലും പോയിന്റ്സ് ഉണ്ടെങ്കിൽ അത് നമ്മൾ ടോപ്പിക് വൈസ് കറണ്ട് അഫയേഴ്സ് ആയിട്ട് പഠിക്കുന്നുണ്ട്. അപ്പം കറണ്ട് അഫയേഴ്സ് ഫുൾ മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കറണ്ട് അഫയേഴ്സ് കൂടുതലായിട്ട് എടുക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യുക, നമ്മളിപ്പോ ജനുവരി മന്തിലാണ് നോക്കുന്നത് കേട്ടോ. അപ്പൊ നിങ്ങൾ കറക്റ്റ് ആയിട്ട് നമ്മൾ പ്ലേലിസ്റ്റ് ആയിട്ട് എല്ലാ മന്തിലും ഇത് ഇടുന്നുണ്ട്. അപ്പൊ 2024-25 നന്നായിട്ട് പഠിക്കുക ഇനി വരുന്ന എക്സാംസിന് വേണ്ടിയിട്ട്. നമുക്ക് നോക്കാം. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഇവിടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ജസ്റ്റ് എന്റെ പ്ലേ സ്റ്റോറിലേക്ക് പോയി കഴിഞ്ഞാൽ അത് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഒരു നമ്പർ കൊടുത്തതിന് ശേഷം അത് കയറുക, രജിസ്റ്റർ ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, എല്ലാ കോഴ്സുകളും ഇപ്പോ നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ള എല്ലാ കോഴ്സുകളും നമ്മുടെ ആപ്പിൽ റണ്ണിങ് ആണ്. അപ്പൊ നിങ്ങൾക്ക് ഏതാണോ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളത്, ഇപ്പം ഓപ്പറേഷൻ മിഷൻ കാക്കിയാണെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഫുൾ ഫോഴ്സിന്റെ പാക്കേജ് ആയിട്ടാണ് കിട്ടുന്നത്. അല്ല നിങ്ങൾ ഏതെങ്കിലും ഒരെണ്ണം CPO അല്ലെങ്കിൽ ഏതെങ്കിലും ഒരെണ്ണം മാത്രമാണ് പഠിക്കുന്നതെങ്കിൽ അങ്ങനെയും നിങ്ങൾക്ക് കോഴ്സ് എടുക്കാം. പിന്നെ മെയിൻ ആയിട്ട് സെക്രട്ടറി ടെസ്റ്റ് ഉണ്ട്. അത് മലയാളം ബാച്ച് പ്രിലിംസ്, മലയാളം ബാച്ചും ഇംഗ്ലീഷ് ബാച്ചും അവൈലബിൾ ആണ്. അതുപോലെ CPO, അസിസ്റ്റന്റ് സെയിൽസ് എല്ലാത്തിന്റെയും ഉണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾ ഏതാണോ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അത് പെട്ടെന്ന് ജോയിൻ ചെയ്ത് പഠിച്ചു തുടങ്ങാം. നമുക്ക് സമയം കുറവാണ്. അപ്പൊ നമുക്ക് ആദ്യം ജനുവരി മന്തിലെ കറണ്ട് അഫയേഴ്സ് നോക്കാം കേട്ടോ. അപ്പൊ നമ്മൾ ആദ്യം നോക്കുന്നത് സന്തോഷ് ട്രോഫി ഫുട്ബോൾ ടൂർണമെന്റ് 2024-25 ആണ് കേട്ടോ. ഇമ്പോർട്ടന്റ് ആണ്, എല്ലാ എക്സാംസിനും ചോദിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ എന്താണ് പ്രിലിംസ്, ഡിഗ്രി പ്രിലിംസിനാണെങ്കിലും ഇനി വരുന്ന എല്ലാ എക്സാംസിനും കറണ്ട് അഫയേഴ്സ് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. പ്രത്യേകിച്ച് സന്തോഷ് ട്രോഫി എല്ലാ എക്സാംസിനും ചോദിക്കാറുണ്ട്. അപ്പൊ കിരീടം നേടിയത് ആരെന്ന് ചോദിച്ചാൽ പശ്ചിമ ബംഗാളാണ് അല്ലെങ്കിൽ വെസ്റ്റ് ബംഗാളാണ് കേട്ടോ. പശ്ചിമ ബംഗാളിന്റെ 33ാം കിരീട നേട്ടമാണ് 2024-25 കിട്ടിയിരിക്കുന്നത്. അതിന്റെ റണ്ണറപ്പ് കേരളമാണ് കേട്ടോ. കേരളം എത്ര തവണയാണ് 7 തവണ കിരീടം നേടുകയും 9 തവണ റണ്ണറപ്പ് ആയിട്ടുമുണ്ട്. അപ്പം ഇത് തരുന്നത്, എക്സ്ട്രാ പോയിന്റ്സ് തരുന്നത് ചിലപ്പോ എന്തായിരിക്കും, നിങ്ങൾക്ക് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ നിങ്ങൾക്ക് ആർക്കാണ് കിരീടം കിട്ടിയത് എന്നുള്ളത് മാത്രമേ അറിയുള്ളായിരിക്കും. അത് മാത്രമേ നമ്മൾ സ്വാഭാവികമായിട്ടും പഠിച്ചു പോകാറുള്ളൂ. അപ്പൊ ഇനി നമുക്ക് എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരുന്നതെന്ന് അറിയില്ല. സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻ വരുവാണെങ്കിൽ എഴുതാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കണക്റ്റഡ് പോയിന്റ്സ് കൂടി പറയുന്നത്. ഓക്കെയാണ്. അപ്പൊ ഫൈനൽ മത്സരങ്ങൾക്ക് വേദിയായത് ഏതാണ്? ഹൈദരാബാദ് ആണ് കേട്ടോ. അപ്പൊ വേദി എവിടെയാണ്? ഹൈദരാബാദ് ആണ്. കിരീടം നേടിയത് പശ്ചിമ ബംഗാളാണ്. പശ്ചിമ ബംഗാളിന്റെ എത്രാമത്തെ കിരീടമാണ്? 33ാമത്തെ കിരീട നേട്ടമാണ്. റണ്ണറപ്പ് ആരായിരുന്നു? കേരളം. കേരളം 7 തവണയാണ് കിരീടം നേടിയത്. സന്തോഷ് ട്രോഫി കേരളത്തിന് 7 തവണ കിട്ടിയിട്ടുണ്ട്. 9 തവണ കേരളം റണ്ണറപ്പും ആയിട്ടുണ്ട്. വേദി എവിടെയായിരുന്നു? ഹൈദരാബാദിലാണ്. ഓക്കെയാണ്. സന്തോഷ് ട്രോഫി ഓക്കെയാണ്. അടുത്ത് നോക്കാം. ഹരിവരാസനം പുരസ്കാരം 2025 ആണ്. നമ്മള് പുരസ്കാരങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് അപ്ഡേറ്റഡ് ആയിട്ടുള്ളതാണ് കേട്ടോ. ഇനി സാഹിത്യ പുരസ്കാരങ്ങൾ കുറച്ച് അധികം അവാർഡുകൾ വന്നതിന് ശേഷം നമുക്ക് ആ ഫുൾ ആയിട്ട് ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് പഠിക്കാം. ഇപ്പൊ എന്ത് ചെയ്യാ, ജസ്റ്റ് ഇപ്പൊ അപ്ഡേറ്റഡ് ആയത് നമുക്ക് പഠിച്ചിരിക്കാം. ജനുവരിയിലുള്ളതാണ് കേട്ടോ. പുരസ്കാര ജേതാവ് ആരാണ്? കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയാണ്. ഏത് പുരസ്കാരമാണ്? ഹരിവരാസനം പുരസ്കാരം 2025. ഓക്കെ. അടുത്ത് ഇടം പദ്ധതി. പന ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന നടത്തുന്നതിന് വേണ്ടി ഭിന്നശേഷിക്കാർക്ക് ബാങ്കുകൾ ഒരുക്കി നൽകുന്ന പദ്ധതിയാണ് എന്ത്? ഇടം എന്ന് പറയുന്ന പദ്ധതി. ഇടം പദ്ധതികളെല്ലാം ചോദിക്കുന്നുണ്ട്. സർക്കാർ പദ്ധതികൾ, സാമൂഹികക്ഷേമ പദ്ധതികൾ, ആരോഗ്യക്ഷേമ പദ്ധതികൾ നമ്മളെല്ലാം സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട്. അത് കാണുക. പിന്നെ എന്താണ്, മാസം തോറും ഒത്തിരി പദ്ധതികൾ വരുന്നുണ്ട്. അപ്പൊ ഇനിയുള്ള എക്സാംസിന് നമ്മൾ പദ്ധതികളെല്ലാം എന്ത് ചെയ്യുക, സെപ്പറേറ്റ് ആയിട്ട് പഠിച്ചു പോവേണ്ടതുണ്ട്. നമ്മൾ അതിന്റെ വീഡിയോ ചെയ്യും. അപ്പൊ ഇടത്തിന്റെ ഒരു ഫുൾ ഫോം കൂടി നിങ്ങൾ നോക്കി വെച്ചേക്കുക. ഇനിഷ്യേറ്റീവ് ഓഫ് ഡിഫറെന്റ്ലി ഏബിൾഡ് മൂവ്മെന്റ്. ഓക്കെ, ഇനിഷ്യേറ്റീവ് ഓഫ് ഡിഫറെന്റ്ലി ഏബിൾഡ് മൂവ്മെന്റ് എന്നാണ്. അപ്പൊ പദ്ധതിയുടെ പേര് ഇടം ആണ്. ഓക്കെ ആണ്. അടുത്ത പ്രോ കബഡി ലീഗ് 2024 ആണ് കേട്ടോ. ജേതാക്കൾ ആരെന്ന് ചോദിച്ചാൽ ഹരിയാന സ്റ്റീലേഴ്സ് ആണ്. റണ്ണറപ്പ് പാറ്റ്ന പൈറേറ്റ്സ്. ഓക്കെ, ജേതാക്കളും റണ്ണറപ്പും നോക്കി വെക്കുക. പ്രോ കബഡി ലീഗ് ഒത്തിരി തവണ എക്സാംസിന് ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. ജേതാക്കൾ ആരാണ്? ഹരിയാന സ്റ്റീലേഴ്സ്, റണ്ണറപ്പ് പാറ്റ്ന പൈറേറ്റ്സ്. കേരളത്തിലെ ആദ്യത്തെ സ്കിൻ ബാങ്ക് നിലവിൽ വരുന്നത് എവിടെയാണെന്ന് വെച്ചാൽ, സ്കിൻ ബാങ്ക് നിലവിൽ വരുന്നത് എവിടെയാണ്? തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ്. എവിടെയാണ്? തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ്. കേരളത്തിലെ ആദ്യത്തെ സ്കിൻ ബാങ്ക് നിലവിൽ വരുന്നത് തിരുവനന്തപുരം. അത് ഓർത്ത്, സ്കിൻ ബാങ്ക് വേറെ ഒരിടത്തും ഇല്ല. എവിടെ മാത്രമേ ഉള്ളൂ? തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ മാത്രമേ ഉള്ളൂ എന്ന് ഓർത്തിരിക്കാം. പിന്നെ 2025 ജനുവരിയിൽ അന്തരിച്ച മലയാളിയായ സസ്യശാസ്ത്രജ്ഞൻ ഡോക്ടർ KS മണിലാൽ. അപ്പൊ ജനുവരിയിൽ വിയോഗമുള്ള ഒരാളുടെ പേര് നമ്മൾ എന്തായാലും എല്ലാ മാസത്തിലും പഠിക്കണം. അപ്പം നമുക്ക് ഏതെങ്കിലും ഒരെണ്ണം കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്. അപ്പം ഈ ഹോർത്തൂസ് മലബാറിക്കസ് നിങ്ങൾക്കറിയാം, അത് മലയാളത്തിലേക്കും ഇംഗ്ലീഷിലേക്കും വിവർത്തനം ചെയ്ത വ്യക്തിയാണ് ഡോക്ടർ KS മണിലാല്. ആരായിരുന്നു? സസ്യശാസ്ത്രജ്ഞനായിരുന്നു. അടുത്ത 2025 പ്രവാസ
ഭാരതീയ ദിവസ് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് പ്രവാസി ഭാരതീയ ദിവസ് എന്ന് പറയുന്നത്. അതിന്റെ വേദി ഭുവനേശ്വർ ആണ് കേട്ടോ, മറക്കരുത്. വേദി എവിടെയാണ്? ഭുവനേശ്വർ ആണ്. 2025 പ്രവാസി ഭാരതീയ ദിവസ് എവിടെയാണ്? ഭുവനേശ്വറിലാണ് അതിന്റെ വേദി. എത്രാമത്തെ എഡിഷൻ ആണ്? 18ാമത് എഡിഷൻ ആണ്. എത്രമാണ്? 18ാമത് എഡിഷൻ ആണ് 2025 നടത്തിയത്. പരിപാടിയുടെ മുഖ്യ അതിഥി സ്ഥിരം ക്വസ്റ്റ്യൻ ആണ്. ക്രിസ്റ്റ്യൻ കാർല കങ്കലു, ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോയുടെ പ്രസിഡന്റ് ആണ്. അപ്പൊ നമുക്കറിയാം ഓരോ സ്ഥലത്തുള്ള ആൾക്കാരാണ് ഓരോ സമയത്ത് ഓരോ വർഷങ്ങളിൽ വരുന്നത്. അപ്പൊ ഇത് സ്ഥിരമായിട്ട് ചോദിക്കുന്നുണ്ട്. പ്രവാസി ഭാരതീയ ദിവസ് എന്ന് പറയുന്നത് എന്നാണ്? ജനുവരി 9 കേട്ടോ. ജനുവരി 9 പ്രവാസി ഭാരതീയ ദിവസ്. അത് ഇത്തവണത്തെ വേദി ഭുവനേശ്വർ ആണ്. എത്രാമതാണ്? 18ാമതാണ്. ഈ പരിപാടിയുടെ മുഖ്യ അതിഥി ക്രിസ്റ്റ്യൻ കാർല കങ്കലു ആണ്. 2025 തീം അല്ലെങ്കിൽ പ്രമേയം കൂടെ നോക്കി വെച്ചേക്ക. വികസിത ഭാരതത്തിന് പ്രവാസികളുടെ സംഭാവന. ഓക്കെ, വികസിത ഭാരതത്തിന് പ്രവാസികളുടെ സംഭാവന. ഓക്കെ ആണല്ലോ. അടുത്ത ചോദ്യം, 2024 ഏറ്റവും കൂടുതൽ മഴ ലഭിച്ച കേരളത്തിലെ ജില്ലയാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ചിലപ്പോ LDC ഒക്കെ ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. മില്ലിമീറ്റർ ഒക്കെ അതിൽ വരും. അപ്പൊ നമ്മൾ നോക്കേണ്ടത് മില്ലിമീറ്ററോടെ ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചേക്കുക. ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചത് കണ്ണൂരിലാണ്. മില്ലിമീറ്റർ 3952.7 മില്ലിമീറ്റർ ആണ് കിട്ടിയത്. അടുത്ത് 2ാം സ്ഥാനം കോഴിക്കോടാണ്. 3ാം സ്ഥാനം കോട്ടയമാണ്. ഏറ്റവും കുറവ് ലഭിച്ചത് എവിടെയാണ്? തിരുവനന്തപുരം ആണ് കേട്ടോ. 2100.5 മില്ലിമീറ്റർ ആണ്. അപ്പൊ നമ്മൾ സ്ഥിരമായിട്ട് അല്ലാതെ സ്റ്റാറ്റിക് GK പഠിക്കുമ്പോൾ പറയുന്നതാണ് ഏറ്റവും മഴ കുറവ് ലഭിക്കുന്നത് എവിടെയാണ്? തിരുവനന്തപുരം ജില്ലയാണ്. അപ്പൊ അങ്ങനെ ഓർത്തിരിക്കാം. 2024 ഏറ്റവും കൂടുതൽ മഴ ലഭിച്ച കേരളത്തിലെ ജില്ല എന്ന് ചോദിച്ചാൽ കണ്ണൂരാണ്. 3952.7 മില്ലിമീറ്റർ. 2ാം സ്ഥാനം കോഴിക്കോട്, 3ാം സ്ഥാനം കോട്ടയമാണ്. ഏറ്റവും കുറവ് ലഭിച്ചത് എവിടെയാണ്? തിരുവനന്തപുരത്താണ്. 2100.5 മില്ലിമീറ്റർ ആണ്. അടുത്ത് 2024 4 മഴ സീസണുകളിൽ കേരളത്തിൽ ലഭിച്ച ശരാശരി മഴ. നമുക്ക് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യനിൽ ചിലപ്പോൾ ഇതൊക്കെ വരാം. സോ അതുകൊണ്ട് അതൊക്കെ നോക്കി വെച്ചേക്കാം. 2795.3 മില്ലിമീറ്റർ ആണ് കേട്ടോ. 2021 നമ്മൾ 4 സീസണിലുമായിട്ട് കേരളത്തിൽ ലഭിച്ച ശരാശരി മഴയാണ് ചോദിച്ചത്. 2795.3 മില്ലിമീറ്റർ ആണ് നമുക്ക് കിട്ടിയത്. ഏറ്റവും കൂടുതൽ കണ്ണൂർ, കുറവ് തിരുവനന്തപുരം. അടുത്ത് ഉദയുടെ പുതിയ CEO ഭുവനേഷ് കുമാർ. ഉദയുടെ പുതിയ CEO ഭുവനേഷ് കുമാർ ആണ്. അതിന്റെ ഫുൾ ഫോം യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ ആണ്. യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ. ആധാറുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നമുക്ക് ഇത് കേട്ടിട്ടുള്ളതാണ്. ഉദയുടെ പുതിയ CEO ആരാണ്? ഭുവനേഷ് കുമാർ. അപ്പോയിന്റ്മെന്റ് ഓർത്തിരിക്കുക. അതിന്റെ ഫുൾ ഫോം യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ ആണ്. അടുത്ത് നോക്കേണ്ടത് മേജർ ധ്യാൻചന്ദ് ഖേൽ രത്ന പുരസ്കാരം 2024 ജേതാക്കളാണ് കേട്ടോ. അപ്പൊ കുറച്ചധികം പേര് പഠിക്കേണ്ടതുണ്ട്. ഹർമൻപ്രീത് സിംഗ് ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഹോക്കിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. പ്രവീൺ കുമാർ പാരാ അത്ലറ്റ് ആണ്. മനു ബക്കർ നമുക്കറിയാം ഷൂട്ടിംഗ്. ഡി ഗുഗേഷ് നമുക്കറിയാം ചെസ് ആണ്. അപ്പൊ ഇവർക്കൊക്കെയാണ് മേജർ ധ്യാൻചന്ദ് ഖേൽ രത്ന പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. അപ്പൊ ഇത് ഖേൽ രത്ന പുരസ്കാരം ലഭിച്ച ഏറ്റവും പ്രായം കുറഞ്ഞ താരമാണ് ആര്? ഡി ഗുഗേഷ് എന്ന് പറയുന്നത്. ചെസ് താരമാണ്, നമുക്കറിയാം. ഇന്ത്യ ഗവൺമെന്റ് നൽകുന്ന പരമോന്നത കായിക ബഹുമതിയാണ് എന്ത്? മേജർ ധ്യാൻചന്ദ് ഖേൽ രത്ന പുരസ്കാരം. ഇന്ത്യൻ ഗവൺമെന്റ് നൽകുന്ന പരമോന്നത കായിക ബഹുമതിയെ പറയുന്ന പേരാണ് മേജർ ധ്യാൻചന്ദ് ഖേൽ രത്ന പുരസ്കാരം. അത് നേടിയ ജേതാക്കളാണ് ഹർമൻപ്രീത് സിംഗ്, പ്രവീൺ കുമാർ, മനു ബക്കർ, ഡി ഗുഗേഷ് കേട്ടോ. പുരസ്കാര തുക 25 lakh ആണ്. ഓക്കെയാണ്. മേജർ ധ്യാൻചന്ദ് സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്, ഓർത്തിരിക്കുക. അതുപോലെ അർജുന അവാർഡ് ലഭിച്ച മലയാളി താരം. നമുക്ക് മലയാളമാണ് കൂടുതലായിട്ട് ചോദിക്കുന്നത്. മലയാളി താരം ആരാണ്? അതുകൊണ്ടാണ് നമ്മൾ അത് പറയുന്നത്. സാജൻ പ്രകാശാണ്, നമുക്കറിയാം. മലയാളി നീന്തൽ താരമാണ് കേട്ടോ. അദ്ദേഹം നീന്തൽ താരമാണ്. ആകെ എത്ര പേർക്കാണ്? 32 പേർക്കാണ് അർജുന അവാർഡ് 2024 ലഭിച്ചത്. കേരളത്തിലെ ഏറ്റവും ഉയർന്ന 2ാമത്തെ കായിക ബഹുമതിയാണ്. ഓക്കെ, 2ാമത്തെ കായിക ബഹുമതിയാണ് അർജുന അവാർഡ്. അടുത്തത് 2024 ദ്രോണാചാര്യ ആജീവനാന്ത പുരസ്കാരം ലഭിച്ചത്. ദ്രോണാചാര്യ വെച്ചാൽ കായിക പരിശീലകർക്ക് നൽകുന്ന ഒരു പുരസ്കാരമാണ് ദ്രോണാചാര്യ പുരസ്കാരം. അപ്പൊ അത് കിട്ടിയ മലയാളിയാണ്. ആജീവനാന്തമാണ്. റെഗുലറായിട്ടും കൊടുക്കുന്നു. റെഗുലറും ഉണ്ട്, ആജീവനാന്തവും ഉണ്ട്. 2 കാറ്റഗറി ഉണ്ട്. അപ്പോ S മുരളീധരനാണ് കേട്ടോ. മലയാളിയുടെ പേരാണ് നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ടത്. S മുരളീധരൻ. അദ്ദേഹം ബാഡ്മിന്റൺ പരിശീലകനാണ്. പിന്നെ റെഗുലർ ഞാൻ പറഞ്ഞത് ഇത് ആജീവനാന്തമാണ്. റെഗുലർ കാറ്റഗറിയിൽ കിട്ടിയത് സുഭാഷ് റാണ പാരാഷൂട്ടിംഗ്, ദിബാലി ദേശ്പാണ്ഡെ ഷൂട്ടിംഗ്, സന്ദീപ് സാങ്വാൻ ഹോക്കിയാണ്. പുരസ്കാര തുക 10 ലക്ഷം രൂപയാണ് കേട്ടോ. ദ്രോണാചാര്യ അവാർഡ് ആർക്കാണ് കൊടുക്കുന്നത്? പരിശീലകർ, മികച്ച കായിക പരിശീലകർക്കാണ് നൽകുന്നത്. അടുത്തിടെ വികസിപ്പിച്ച അത്യുൽപാദന ശേഷിയുള്ള പാവൽ ഇനങ്ങൾ ഏതൊക്കെ? പ്രജനിയും പ്രഗതിയുമാണ്. ആരാണ്? പ്രജനിയും പ്രഗതിയും. അതാണ് 2 അത്യുൽപാദന ശേഷിയുള്ള പാവലുകൾ പേരാണ് പ്രജനിയും പ്രഗതിയും. വികസിപ്പിച്ചെടുത്തത് കേരള കാർഷിക സർവകലാശാല വെള്ളാനിക്കരയാണ്. പിന്നെ
63ാമത്, അത് ഇമ്പോർട്ടന്റ് ആണ്, 63 എന്നുള്ളത്. 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ വേദി എവിടെയാണ്? തിരുവനന്തപുരമാണ്. വേദി ചോദിക്കാം. 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ വേദി എവിടെയാണ്? തിരുവനന്തപുരം. പിന്നെ അർജുന അവാർഡ് ലൈഫ് ടൈം പുരസ്കാരം കൂടി നോക്കിയിരിക്കുക. ജേതാക്കള് സുജാ സിംഗ്, മുരളീകാന്ത്, രാജാറാം പേറ്റ്കർ. ഓക്കെ, മുൻ അത്ലറ്റിക്സ് താരമാണ് സുജാ സിംഗ്, മുൻ പാരാ സ്വിമ്മിംഗ് താരമാണ് മുരളീകാന്ത് രാജാറാം. പിന്നെ കായിക രംഗത്തെ മികച്ച പ്രകടനങ്ങൾക്കും കായിക രംഗത്തേക്ക് മികച്ച സംഭാവനകൾ നൽകിയ കായിക താരങ്ങൾക്കുമാർക്ക് എന്ത് നൽകുന്നത്? അർജുന അവാർഡ് ലൈഫ് ടൈം നൽകുന്നത് കേട്ടോ. അപ്പൊ ലൈഫ് ടൈം ആർക്കൊക്കെയാണ്? സുജാ സിംഗ്, മുരളീകാന്ത് രാജാറാം. ഓക്കെയാണ്. അടുത്ത ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ പുതിയ ചെയർമാൻ അശുതോഷ് അഗ്നിഹോത്രി. ആരാണ്? അശുതോഷ് അഗ്നിഹോത്രിയാണ് ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ FCI പുതിയ ചെയർമാൻ ആരാണ്? അശുതോഷ് അഗ്നിഹോത്രിയാണ്. ഏഷ്യയിൽ 2024 ഏഷ്യയിൽ ഏറ്റവും കൂടുതൽ IPO ലിസ്റ്റിംഗ് നടത്തിയ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ് NSE അല്ലെങ്കിൽ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഓഫ് ഇന്ത്യ. NSE ആണ് ഏറ്റവും കൂടുതൽ IPO ലിസ്റ്റിംഗ് നടത്തിയത്. IPO എന്ന് പറഞ്ഞാൽ ഇനിഷ്യൽ പബ്ലിക് ഓഫറിംഗ് ആണ് കേട്ടോ. IPO ലിസ്റ്റിംഗിലൂടെ NSE സമാഹരിച്ചത് എത്രയാണ്? $1950 കോടി ആണ്. ഓക്കെയാണ്. അപ്പോ ഏഷ്യയിൽ ഏറ്റവും കൂടുതൽ IPO ലിസ്റ്റിംഗ് നടത്തിയ സ്റ്റോക്ക് എക്സ്ചേഞ്ച് NSE അല്ലെങ്കിൽ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഓഫ് ഇന്ത്യ ആണ്. അപ്പോ NSE സമാഹരിച്ചത് എത്ര കാശാണെന്ന് ചോദിച്ചാൽ $1950 കോടി ആണ്. IPO എന്ന് പറഞ്ഞാൽ ഇനിഷ്യൽ പബ്ലിക് ഓഫറിംഗ് ആണ്. പിന്നെ നമുക്ക് നോക്കാനുള്ളത് JC ഡാനിയൽ ഫൗണ്ടേഷൻ അവാർഡാണ്. എത്രാമതാണ്? 15ാമതാണ് കേട്ടോ. 15ാമത് JC ഡാനിയൽ. അത് മികച്ച നടൻ ടൊവിനോ തോമസ് ആണ്. 2018 മികച്ച ചിത്രത്തിനാണ് കിട്ടിയത്. മികച്ച നടി അഞ്ജന പ്രകാശ് ചിത്രവും പാച്ചു അത്ഭുത വിളക്കുമാണ്. മികച്ച സംവിധായകൻ അഖിൽ സത്യനാണ്. അത് പാച്ചു അത്ഭുത വിളക്കം. മികച്ച സിനിമ 2018 എവരിവൺ ഈസ് എ ഹീറോ. ജൂഡ് ആന്റണി ജോസഫ് ആണ് അതിന്റെ സംവിധായകൻ. നൽകുന്നത് JC ഡാനിയൽ ഫൗണ്ടേഷൻ ആണ്. JC ഡാനിയൽ അവാർഡ് ചോദിച്ചിട്ടുണ്ട്. മികച്ച നടൻ, മികച്ച നടി, സംവിധായകൻ, സിനിമ അത്രയെങ്കിലും ഓർത്തിരിക്കുക. പ്രഥമ ഖോ ലോകകപ്പിന്റെ ഭാഗ്യ ചിഹ്നമാണ്. പ്രഥമ ഖോ ലോകകപ്പിനെ പറ്റിയൊക്കെ നമ്മൾ കായികം പഠിപ്പിച്ചപ്പോ നമ്മൾ പറഞ്ഞായിരുന്നു. എല്ലാത്തിന്റെയും വേദികൾ പഠിച്ചപ്പോഴും ഖോ പറഞ്ഞു. അപ്പൊ അതിന്റെ ഭാഗ്യചിഹ്നം തേജസ് താര ചില മാനുകളോട് സാദൃശ്യമുള്ള ഒരു ജീവിയാണ് കേട്ടോ. ഗസൽസ് എന്നാണ് പേര്. അപ്പൊ അതാണ് അതിന്റെ ഭാഗ്യചിഹ്നം. തേജസ് താര ചോദിക്കുന്നത്. തേജസ് താര അതെന്താണ്? മാനുകളോട് സാദൃശ്യമുള്ള ഒരു ജീവിയാണ് എന്ത്? ഗസൽസ് എന്ന് പറയുന്നത്. വേദിയാണ് നമുക്ക് പ്രധാനം ന്യൂഡൽഹി. ഏതാണ്? ന്യൂഡൽഹിയാണ് കേട്ടോ. പ്രഥമ എന്ന് വെച്ചാൽ ആദ്യത്തെ ഖോഖോയാണ്. ബഹിരാകാശത്ത് പയർവിത്തുകൾ മുളപ്പിച്ച ISROയുടെ ശാസ്ത്രീയ ഉപകരണമാണ് ക്രോപ്സ്. പയർവിത്തുകൾ, അതായത് ബഹിരാകാശത്ത് പയർവിത്തുകൾ മുളപ്പിച്ച ISROയുടെ ശാസ്ത്രീയ ഉപകരണത്തിന്റെ പേരാണ് ക്രോപ്സ്. ക്രോപ്സ് മീൻസ് കോമ്പാക്ട് റിസർച്ച് മൊഡ്യൂൾ ഫോർ ഓർബിറ്റൽ പ്ലാൻ സ്റ്റഡീസ്. കോമ്പാക്ട് റിസർച്ച് മൊഡ്യൂൾ ഫോർ ഓർബിറ്റൽ പ്ലാൻ സ്റ്റഡീസ് എന്നാണ്. ISROയുടെ പോയം 4 ദൗത്യത്തിന്റെ ഭാഗമായിട്ടാണ് എന്താണ്? ബഹിരാകാശത്ത് വിത്ത് മുളപ്പിച്ചത്. അടുത്ത് ഗോൾഡൻ ഗ്ലോബ് ആണ്. 82ാമത് ഗോൾഡൻ ഗ്ലോബ് ആണ്. അതിൽ മികച്ച ചിത്രം അത് പഠിച്ചിരിക്കുക. ഗോൾഡൻ ഗ്ലോബ് ചോദിച്ചിട്ടുണ്ട്. ചിലപ്പോ ചേരുംപടി ചേർക്കാനൊക്കെ ചോദിക്കാം കേട്ടോ. അപ്പൊ അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് ആയിട്ടും ചോദിക്കാം. നമ്മള് മികച്ച ചിത്രം നോക്കുക. ദി ബ്രൂട്ടലിസ്റ്റ് ആണ്. സംവിധാനം ബ്രാഡി കോർബറ്റ്. അടുത്ത് മികച്ച ചിത്രം മ്യൂസിക്കൽ കോമഡി വിഭാഗം എമീലിയ പെരേസ്. സംവിധാനം ജാക്ക് ഓഡിയാർഡ്. മികച്ച സംവിധായകൻ ബ്രാഡി കോർബറ്റ് ആണ്. ഇതിന്റെ സംവിധായകനാണ്. ദി ബ്രൂട്ടലിസ്റ്റ്. ഇത് രണ്ടും സെയിം ആണ്. അങ്ങോട്ടും ഇങ്ങോട്ടും പഠിച്ചു വെച്ചാൽ മതി. ഓക്കെ. സംവിധായകനും ചിത്രവും. മികച്ച നടൻ ഏഡ്രിയൻ ബ്രോഡി. ചിത്രം ദി ബ്രൂട്ടലിസ്റ്റ്. മികച്ച നടി ഫെർണാണ്ട ടോറസ്. ചിത്രം ഐ ആം സ്റ്റിൽ ഹിയർ. ഓക്കെ. ഗോൾഡൻ ഗ്ലോബ് ചോദിച്ചിട്ടുണ്ട്. ചിലപ്പോ നമുക്ക് ചേരുംപടി ചേർക്കാനൊക്കെ ചോദിച്ചാൽ ഇത്രയും പേരുകൾ പഠിച്ചു വെക്കേണ്ടതുണ്ട്. അപ്പൊ അത് പഠിച്ചു വെക്കുക. പിന്നെ ആറാട്ടുപുഴ വേലായുധ പണിക്കരുടെ 20ാം ജന്മവാർഷികം ആചരിച്ചത് എന്നാണ്? 2025 ജനുവരിയിലാണ് കേട്ടോ. അപ്പൊ നമുക്ക് ഈ നവോത്ഥാനത്തിന്റെ ഒക്കെ കറണ്ട് അഫയേഴ്സ് ചോദിക്കുമ്പോ ഇത് ഉൾപ്പെടുത്താവുന്നതാണ്. ആറാട്ടുപുഴ വേലായുധ പണിക്കരുടെ 200ാം ജന്മവാർഷികം. ഓർത്തിരിക്കുക, ജന്മവാർഷികമാണ് കേട്ടോ. ചരമവാർഷികവും ചോദിക്കാറുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് ജന്മവാർഷികമാണ്. 2025 ആചരിച്ചത്. 200 കേട്ടോ. പിന്നെ ആറാട്ടുപുഴ വേലായുധ പണിക്കർ ജനിച്ചത് 1825. ജനിച്ച സ്ഥലം കാർത്തികപ്പള്ളി താലൂക്ക് ആലപ്പുഴ. യഥാർത്ഥ പേര് കല്യാശ്ശേരി വേലായുധ ചേകവറാണ്. തലശ്ശേരി അച്ഛൻ എന്നറിയപ്പെടുന്നു. അദ്ദേഹം വധിക്കപ്പെട്ടത് 1874 ജനുവരി 3 കേട്ടോ. അപ്പൊ നമ്മൾ 150ാം ചരമവാർഷികം ആചരിച്ചത് 2024
200 2025. അത് ജന്മവാർഷികമാണ്. ചരമവാർഷികം 2024. 150. ചരമവാർഷികവും ജന്മവാർഷികവും തമ്മിൽ മാറിപ്പോകരുത്. ISROയുടെ പുതിയ ചെയർമാൻ, ഞാൻ ന്യൂ അപ്പോയിന്റ്മെന്റ് പഠിച്ചപ്പോ അത് പറഞ്ഞിട്ടുണ്ട്. വി നാരായണൻ. അതില് ഞാൻ പറഞ്ഞതുപോലെ അന്ന് പറഞ്ഞു വി എന്നുള്ളത് നമ്മൾ ഓർത്തിക്കണം. കാരണം നമുക്ക് ഓപ്ഷനിൽ PV K എന്നൊക്കെ പറഞ്ഞ് ചോദിക്കപ്പോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, തെറ്റിപ്പോവാൻ ചാൻസ് ഉള്ളതുകൊണ്ട് വി നാരായണൻ എന്ന് ഓർത്തിരിക്കുക. അദ്ദേഹത്തെ കുറിച്ച് നോക്കുവാണെങ്കിൽ ISROയുടെ 11ാമത് ചെയർമാൻ ആണ് കേട്ടോ. ഇത് സ്റ്റേറ്റ്മെന്റ് ചോദിക്കുവാണെങ്കിൽ ഉപയോഗമാവും എന്ന് വിചാരിച്ചാണ് ഞാൻ ഈ കണക്റ്റഡ് ഫാക്ട്സ് കൂടി പറഞ്ഞു പോകുന്നത് കേട്ടോ. ISROയുടെ 11ാമത് ചെയർമാൻ ആണ്. നാഗർകോവിൽ സ്വദേശിയാണ്. തിരുവനന്തപുരത്തെ ലിക്വിഡ് പ്രൊപ്പൽഷൻ സിസ്റ്റം സെന്ററിന്റെ ഡയറക്ടർ ആയിരുന്നു. GSLV Mark 3 റോക്കറ്റിന്റെ ക്രയോജനിക് പ്രോജക്ട് ഡയറക്ടർ ആയിരുന്നു. ചന്ദ്രയാൻ 2 ദൗത്യത്തിന്റെ പരാജയത്തെ കുറിച്ച് പഠിക്കാൻ നിയോഗിച്ച സമിതിയുടെ ചെയർമാൻ കൂടിയാണ് വി നാരായണൻ. പിന്നെ ഇന്ത്യയുടെ ക്രയോമാൻ എന്ന് അറിയപ്പെടുന്നു. ഓക്കെയാണ്. അദ്ദേഹത്തെ കുറിച്ച് ബന്ധപ്പെട്ടത് ഓർത്തിരിക്കുക. പുതിയ ചെയർമാന്റെ പേര് വി നാരായണൻ എന്നാണ്. 2025 ജനുവരിയിൽ ബ്രിക്സിൽ അംഗമായ രാജ്യം ഇന്തോനേഷ്യയാണ്. ബ്രിക്സിനെ കുറിച്ച് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് എന്ത് ചെയ്യുക, അതിൽ ഞാൻ പറഞ്ഞു 10ാമതായിട്ട് അംഗരാജ്യം വരുന്നുണ്ട് എന്ന് ഞാൻ അതിൽ പറഞ്ഞായിരുന്നു. അതേതാണ്, ഇന്തോനേഷ്യയാണ് കേട്ടോ. ഒരു സാമ്പത്തിക സഹകരണ കൂട്ടായ്മയാണ് ബ്രിക്സ്. ബ്രിക്സ് ഇപ്പൊ സെപ്പറേറ്റ് തന്നെ പഠിക്കും. ഇപ്പൊ എല്ലാ എക്സാംസിനും ബ്രിക്സ് ചോദിക്കുന്നതുകൊണ്ട് ബ്രിക്സ് സെപ്പറേറ്റ് ആയിട്ട് തന്നെ പഠിച്ചു വെക്കുക. ഓക്കെ. അടുത്ത് 63ാമത് സ്കൂൾ കലോത്സവത്തിനെ പറ്റി നമ്മൾ അവിടെ പറഞ്ഞു. അതിന്റെ വേദിയാണ് പറഞ്ഞത് തിരുവനന്തപുരം എന്നുള്ളത്. കിരീടം നേടിയത് തൃശ്ശൂരാണ്. 2ാം സ്ഥാനം പാലക്കാട്, 3ാം സ്ഥാനം കണ്ണൂർ. വേദി തിരുവനന്തപുരമാണ്. ഓക്കെ. 62 എവിടെയായിരുന്നു എന്ന് ചോദിച്ചാൽ, അവിടുത്തെ 62ൽ കിരീടം നേടിയതാന്ന് ചോദിച്ചാൽ കണ്ണൂരാണ് കേട്ടോ. അപ്പോ കിരീടം നേടിയത് ആരാണ്? തൃശ്ശൂരാണ്. 2ാം സ്ഥാനം പാലക്കാട്, 3ാം സ്ഥാനം കണ്ണൂരാണ്. വേദി തിരുവനന്തപുരം. പിന്നെ 17ാമത് ബഷീർ സ്മാരക പുരസ്കാരമാണ് അടുത്തത്. പുരസ്കാര ജേതാവ് PN ഗോപികൃഷ്ണനാണ്. PN ഗോപികൃഷ്ണന് അർഹമായ കൃതി വെച്ചാൽ കവിത മാംസഭോജിയാണ്. ഓക്കെ. ബഷീർ സ്മാരക പുരസ്കാരമാണ്. പിന്നെ ഭൂമിയിലെ ഏറ്റവും ചൂടേറിയ വർഷം 2024 ആയിരുന്നു. 2024 ഏറ്റവും ചൂടേറിയ ദിവസം ജൂലൈ 10. ഓക്കെ. ജൂലൈ 10 ഏറ്റവും ചൂടേറിയ ദിവസം. 2024 വർഷവും 2024 ആണ്. പിന്നെ 2025 ജനുവരിയിൽ ഉദ്ഘാടനം ചെയ്ത തുരങ്ക പാതയാണ് സോനാമാർഗ് ടണൽ. എവിടെയാണ്? ജമ്മു ആൻഡ് കാശ്മീരിലാണ്. സോനാമാർഗ് ടണലാണ് കേട്ടോ. ജമ്മു കാശ്മീരിലെ ഗന്ദർബാൽ ജില്ലയിലെ സോനാമാർഗിനെയും ഗഗൻമാർഗിനെയും ബന്ധിപ്പിക്കുന്ന തുരങ്കമാണ്. തുരങ്കത്തിന്റെ മറ്റൊരു പേര് സെഡ്മോഡ് തുരങ്കം എന്നാണ്. പിന്നെ നമ്മുടെ ഐക്യരാഷ്ട്രസഭയുടെ റിപ്പോർട്ട് പ്രകാരം 2025 ഇന്ത്യയുടെ വളർച്ചാ നിരക്ക് 6.6% ആണ്. ഐക്യരാഷ്ട്ര സംഘടനയുടെ ലോക സാമ്പത്തിക സ്ഥിതിയും ഭാവിയും 2025 എന്ന റിപ്പോർട്ടിലാണ് ഈ പരാമർശം. ലോക സാമ്പത്തിക സ്ഥിതിയും ഭാവിയും 2025 എന്നുള്ള റിപ്പോർട്ടിലാണ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. 6.6% ആണ് കേട്ടോ ഇന്ത്യയുടെ വളർച്ചാ നിരക്ക്. കേന്ദ്ര സ്റ്റാറ്റിസ്റ്റിക്സ് മന്ത്രാലയത്തിന്റെ റിപ്പോർട്ട് പ്രകാരം 2024-25 കാലയളവിൽ ഇന്ത്യയുടെ വളർച്ചാ നിരക്ക് 6.4. ഇത് ഐക്യരാഷ്ട്രസഭ. ഓക്കെയാണ്. 6.6, 6.4. പിന്നെ 2025 150ാം വാർഷികം ആഘോഷിച്ച കേന്ദ്ര ഏജൻസി ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പിനാണ്. എത്രാമത്തെ വാർഷികമാണ്? 150 ആണ് കേട്ടോ. അവിടെ ഞാൻ 150ന്റെ ചരമവാർഷികം പറഞ്ഞായിരുന്നു. ആറാട്ടുപുഴ. അപ്പൊ എല്ലാം കൂടി വേലായുധ പഠിക്കരുത്. ആറാട്ടുപുഴ വേലായുധ എല്ലാം കൂടി കൺഫ്യൂഷൻ ആവരുത്. അടുത്തത് മെയിൻ ആയിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇനി ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. നാഷണൽ ടർമറിക് ബോർഡ് അല്ലെങ്കിൽ ദേശീയ മഞ്ഞൾ ബോർഡ്, നാഷണൽ ടർമറിക് ബോർഡിന്റെ ഉദ്ഘാടനം ചെയ്തത് 2025 ജനുവരി 14 ആണ് കേട്ടോ. ഒരു മഞ്ഞൾ കൃഷി മേഖലയിലെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് സ്ഥാപിച്ചതാണ് നാഷണൽ ടർമറിക് ബോർഡ് അല്ലെങ്കിൽ ദേശീയ മഞ്ഞൾ ബോർഡ് എന്ന് പറയുന്നത്. ഉദ്ഘാടനം എന്നായിരുന്നു? ജനുവരി 14 കേട്ടോ. ബോർഡിന്റെ ആസ്ഥാനം വരുന്നത് നിസാമാബാദ്, തെലങ്കാന. ഇമ്പോർട്ടന്റ് ആണ്. നിസാമാബാദ്, തെലങ്കാന. ബോർഡിന്റെ പ്രഥമ ചെയർപേഴ്സൺ പല്ലെ ഗംഗാറെഡ്ഡി എന്നാണ് പേര്. അപ്പൊ ഇത് ആദ്യമായിട്ട് വന്ന ഒരു ബോർഡ് ആയതുകൊണ്ട് ഓർത്തിരിക്കുക, എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. 2023 കേരളത്തിലെ മികച്ച പോലീസ് സ്റ്റേഷനുള്ള പുരസ്കാരം ലഭിച്ചത് തലശ്ശേരി പോലീസ് സ്റ്റേഷൻ, കണ്ണൂരാണ് കേട്ടോ. മികച്ച പോലീസ് സ്റ്റേഷന് മുഖ്യമന്ത്രി നൽകുന്ന ഒരു പുരസ്കാരമാണ് മികച്ച പോലീസ് സ്റ്റേഷനുള്ള പുരസ്കാരം. 2ാം സ്ഥാനം മട്ടാഞ്ചേരി പോലീസ് സ്റ്റേഷൻ, എറണാകുളമാണ്. മികച്ച പോലീസ് സ്റ്റേഷൻ 1ാമത് തലശ്ശേരി പോലീസ് സ്റ്റേഷൻ, കണ്ണൂര്. 2ാമത് മട്ടാഞ്ചേരി. ചന്ദ്രനിലെ മണ്ണ് ശേഖരണത്തിനായി അടുത്തിടെ വികസിപ്പിച്ച ഉപകരണമാണ് ലൂണാർ പ്ലാനറ്റ്. വാക്ക് മീൻസ് ഇതാണ്, ഈ വാക്കല്ല, നമ്മുടെ മലയാളത്തിലെ വാക്കല്ല. ലൂണാർ പ്ലാനറ്റ് വാക്ക് എന്ന് പറയും.
ചന്ദ്രനിലെ മണ്ണ് ശേഖരണത്തിനായി അടുത്തിടെ വികസിച്ച ഉപകരണമാണ് ലൂണാർ പ്ലാനറ്റ് ബാഗ്. നാസയാണ് അത് വികസിപ്പിച്ചത് കേട്ടോ. അടുത്ത സ്പേസ് ഡോക്കിംഗ്. സ്പേസ് ഡോക്കിംഗ് ദൗത്യം വിജയകരമായി പൂർത്തിയാക്കിയ ലോകത്തിലെ 4ാമത്തെ രാജ്യമാണ് ഇന്ത്യ. എത്രാമത്തെയാണ്? 4ാമത്തെ രാജ്യം ഇന്ത്യയാണ് കേട്ടോ. ഇതിനു മുന്നേ USA, റഷ്യ, ചൈനയാണ് അത് പൂർത്തിയാക്കിയത്. സ്പേസ് ഡോക്കിംഗ് 4ാമത്തെ രാജ്യം ഇന്ത്യയാണ് കേട്ടോ. ASROയുടെ സ്പേസ് ഡോക്കിംഗ് ദൗത്യം അറിയപ്പെടുന്നത് സ്പെഡെക്സ് എന്നാണ് കേട്ടോ. സ്പേസ് ഡോക്കിംഗ് നടന്നതെന്നാണ് ജനുവരി 16 രാവിലെ 6:30 6:40. ഓക്കെ, 2025. ഓക്കെ, അപ്പൊ സ്പേസ് ഡോക്കിംഗ് ദൗത്യം വിജയകരമായി പൂർത്തിയാക്കിയ 4ാമത്തെ രാജ്യം ഇന്ത്യ. അതിനു മുമ്പ് US, റഷ്യ, ചൈന. പിന്നെന്താണ് 2025 ജനുവരി 16 കേട്ടോ. പേടകങ്ങൾ SDX-01 ചേസറും SDX-02 ടാർഗറ്റും. ഇതൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്, ഓർത്തിരിക്കുക. എല്ലാം കൂടി ഓർത്തിരിക്കാൻ പറ്റില്ല, 1-2 പ്രാവശ്യം കണ്ടു നോക്കുക, അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക കേട്ടോ. അടുത്ത ഓടക്കുഴലാണ്. ഓടക്കുഴൽ അവാർഡ് പുരസ്കാര ജേതാവ് K. അരവിന്ദാക്ഷനാണ്. അർഹമായ കൃതി ഗോപ. നോവലിന്റെ പേരാണ് ഗോപ. ഓടക്കുഴൽ അവാർഡ് 2024 ആരാണ്? K. അരവിന്ദാക്ഷനാണ് 2024 കിട്ടിയത്. നോവലിന്റെ പേര് ഗോപ. പുരസ്കാരം നൽകുന്നത് ഗുരുവായൂരപ്പൻ ട്രസ്റ്റ്. 30,000 രൂപയാണ്. 2023 ആർക്കാ കിട്ടിയ? PN ഗോപികൃഷ്ണൻ. കവിത മാംസഭോജിയാണ്. അതാണ് നമ്മൾ ഇത്രയും കാലം ഓടക്കുഴൽ അതാ പഠിച്ചുകൊണ്ടിരുന്നത്. ഇപ്പൊ അപ്ഡേറ്റഡ് ആയിട്ടുണ്ട് കേട്ടോ. സാഹിത്യ അവാർഡുകൾ അപ്ഡേറ്റ് ചെയ്ത് ഒന്നുകൂടെ പറഞ്ഞുതരാം. അടുത്ത് 2025 മഹാകുംഭമേള നടക്കുന്നത് എവിടെയാണ്? പ്രയാഗ്രാജ്, ഉത്തർപ്രദേശ് ആണ്. അപ്പൊ നിങ്ങൾ സോഷ്യൽ മീഡിയയിലും പത്രത്തിൽ കൂടെ ഒക്കെ അറിയുന്നുണ്ട് മഹാകുംഭമേള നടക്കുന്നത്. അത് കറണ്ട് അഫയേഴ്സ് ആയതുകൊണ്ട് നമ്മൾ അതുകൂടി ഒന്ന് പഠിച്ചിരിക്കുക. 144 വർഷത്തിൽ ഒരിക്കലാണ് ഇത് നടക്കുന്നത്. മഹാകുംഭമേള 45 ദിവസം നീണ്ടു നിൽക്കുന്നു. പിന്നെ നമ്മൾ പ്രഥമ ഖോ ലോകകപ്പ് അതിന്റെ വേദിയും അതിന്റെ മാസ്കോട്ടും ഒക്കെയാണ് ആദ്യം ഭാഗ്യ ചിഹ്നമൊക്കെ നമ്മൾ നോക്കിയിട്ടുണ്ട്. അതിന്റെ കിരീടം നേടിയത് നോക്കാം, ഇന്ത്യ. നടത്തിയത് ന്യൂഡൽഹിയിൽ വെച്ചാണെന്ന് ഞാൻ പറഞ്ഞു. അത് കിരീടം നേടിയത് ഇന്ത്യയാണ്. റണ്ണറപ്പ് നേപ്പാളാണ്. വനിതാ വിഭാഗവും കിരീടം നേടിയത് ഇന്ത്യ തന്നെയാണ്. ഖോ ഇന്ത്യയാണ് ജയിച്ചത്. ന്യൂഡൽഹിയിൽ വെച്ചാണെന്ന് ഓർത്തിരിക്കുക. 2 പുരുഷ വിഭാഗവും വനിതാ വിഭാഗവും. റണ്ണറപ്പ് 2ലും നേപ്പാൾ തന്നെയാണ്. വേദി ന്യൂഡൽഹി. ഇതിൽ അംഗമായ മലയാളിയുടെ പേരൂടെ പഠിച്ചേക്കാം, B. നിഖിൽ. വിജയ് ഹസാരെ ട്രോഫി ക്രിക്കറ്റ് 2024-25 കിരീടം നേടിയത് കർണാടകയാണ്. കർണാടകയുടെ 5ാമത്തെ കിരീട നേട്ടമാണ്. റണ്ണറപ്പ് വിദർഭ. പിന്നെ ഒരു ആപ്പാണ് അങ്ങാടി കേരള ആപ്പ്. കേരളത്തിലെ സഹകരണ മേഖലയിൽ നേരിട്ടുള്ള വ്യാപാരം പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി തയ്യാറാക്കുന്ന ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിനെ പറയുന്നതാണ് അങ്ങാടി കേരള ആപ്പ്. ഓക്കെ, അടുത്ത് കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി സ്ഥാപിച്ച ദുരന്ത സാധ്യതാ മുന്നറിയിപ്പ് സംവിധാനത്തിന്റെ പേരാണ് കവചം. ഓക്കെ, കവചം എന്നാണ്. എന്താണ്? ദുരന്ത സാധ്യത മുൻകൂട്ടി അറിയാനുള്ള ഒരു സംവിധാനത്തിന്റെ പേരാണ് കവചം എന്ന് പറയുന്നത്. കവചത്തിന്റെ ഫുൾ ഫോം നോക്കാം. കേരള വാർണിംഗ് ക്രൈസിസ് ആൻഡ് ഹസാർഡ്സ് മാനേജ്മെന്റ് സിസ്റ്റം ആണ്. പിന്നെ 2025 ലോകാരോഗ്യ സംഘടനയിൽ നിന്ന് പിന്മാറാൻ തീരുമാനിച്ച രാജ്യമാണ് USA. ഇമ്പോർട്ടന്റ് ആണ്. 2025 ലോകാരോഗ്യ സംഘടനയിൽ നിന്ന്, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനിൽ നിന്ന് പിന്മാറാൻ തീരുമാനിച്ച രാജ്യമാണ് USA. എന്തുകൊണ്ടെന്ന് വെച്ചാൽ COVID-19 കൈകാര്യം ചെയ്യുന്നത് ലോകാരോഗ്യ സംഘടനയ്ക്ക് വീഴ്ച പറ്റിയെന്നാണ് പറയുന്നത്. അത് ചൂണ്ടിക്കാണിച്ചാണ് അവരെന്ത് ചെയ്യുന്നത്? പിന്മാറുന്നത്. ഓക്കെ, അടുത്ത 2025 ചെസ് ലോകകപ്പിന് വേദിയാകുന്ന രാജ്യവും ഇന്ത്യ തന്നെയാണ്. മത്സരങ്ങൾ നടത്തുന്നത് എവിടെയാണ്? അന്താരാഷ്ട്ര ചെസ് ഫെഡറേഷൻ ആണ്. 2023 വേദി എവിടെയാണ്? ബാക്കു, അസർബൈജാൻ ആയിരുന്നു. ജേതാവ് മാഗ്നസ് കാൾസൺ ആണ്. ഓക്കെ, അപ്പൊ 2025 നടക്കുന്നത് വേദി ഇന്ത്യ. 2025 ഭിന്നശേഷിക്കാരുടെ ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് ടീം നേടിയത് ഇന്ത്യയാണ്. റണ്ണറപ്പ് ഇംഗ്ലണ്ട് ആണ്. വേദി ശ്രീലങ്കയാണ്. ഓക്കെയാണ്. അടുത്ത് മെയിൻ ആയിട്ട് നോക്കേണ്ടത് ഇന്ത്യയുടെ 76ാം റിപ്പബ്ലിക് ദിനാഘോഷമാണ് കഴിഞ്ഞത്. അതിന്റെ മുഖ്യ അതിഥി നോക്കുക, പ്രഭാവോ സുബിയാന്തോ. എവിടെയാണ്? ഇന്തോനേഷ്യയുടെ പ്രസിഡന്റ് ആണ് പ്രഭാവോ സുബിയാന്തോ. അത് എവിടെ ആരാണ് വന്നതെന്ന് ചോദിക്കാം. പേര് തന്നിട്ട് അദ്ദേഹം ഏത് രാജ്യത്തിന്റെ പ്രസിഡന്റ് ആണെന്ന് ചോദിക്കാം. അങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് റിപ്പബ്ലിക് ഡേയുമായി ബന്ധപ്പെട്ട് ചോദിക്കാം. പിന്നെ ഇതുപോലെ നമ്മൾ പഠിച്ചാണ് പ്രവാസി ഭാരതീയ ദിവസത്തിന്റെ കൂടി അതൊന്ന് ഓർത്തു വയ്ക്കുക. ഇതിന്റെ പ്രമേയം എന്ന് പറയുന്നത്, അതായത് തീം എന്ന് പറയുന്നത് സ്വർണിം ഭാരത് വിരാസത് ഓർ വികാസ്, ഗോൾഡൻ ഇന്ത്യ, ഹെറിറ്റേജ് ആൻഡ് പ്രോഗ്രസ്. നമ്മള് ഡിഗ്രി പ്രിലിംസ് ആയിട്ടൊക്കെ വരുമ്പോ അത് ഇംഗ്ലീഷിൽ തന്നെ എഴുതാൻ ശ്രദ്ധിക്കുക. ഇതിന്റെ മലയാളം ട്രാൻസ്ലേറ്റർ ആണ് കേട്ടോ, സ്വർണിം ഭാരത് വിരാസത് ഓർ വികാസ്. വിരാസത് ഓർ വികാസ് എന്ന് പറഞ്ഞാൽ ഹിന്ദി വാക്കുകളാണ് കേട്ടോ, അത് മലയാളത്തിലേക്കും ആക്കിയില്ല. ഗോൾഡൻ ഇന്ത്യ, ഹെറിറ്റേജ് ആൻഡ് പ്രോഗ്രസ് എന്ന് ഓർത്തു വയ്ക്കുക കേട്ടോ.
2024 നടന്ന 75ാം റിപ്പബ്ലിക് ദിനത്തിന്റെ മുഖ്യ അതിഥി ആരായിരുന്നു? നമ്മൾ ഇത്രയും ദിവസം അതാണ് പഠിച്ചുകൊണ്ടിരുന്നത്. ഇമ്മാനുവൽ മാക്രോൺ ആണ്, ഫ്രാൻസിന്റെ. അദ്ദേഹമാണ് കഴിഞ്ഞ തവണ വന്നത് 75-ന്, 76-ന്. ഇപ്പം കഴിഞ്ഞ 2025 ചോദിക്കില്ല, ചിലപ്പോൾ 24 ചോദിക്കില്ല, 74 75 76 ഒക്കെ ആയിരിക്കും ചോദിക്കാം. അപ്പൊ 76 ലേറ്റസ്റ്റ്. പ്രഭാവോ സുബിയാന്തോ എവിടത്തെയാണ്? ഇന്തോനേഷ്യയുടെ ആണ്. അപ്പൊ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നതിന്റെ 75ാം വാർഷികം ആചരിച്ചത് 2025 ജനുവരി 25-നാണ്. എന്നാണ് നിലവിൽ വന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. 1950 ജനുവരി 25-നാണ്. അത് തന്നെയാണ് വോട്ടേഴ്സ് ഡേ ആയിട്ട് നമ്മൾ ആചരിക്കുന്നത്. ജനുവരി 25 എത്രാമതാണ്? 75-ആണ്. മറക്കരുത്, 75-ആണ് കേട്ടോ. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നതിന്റെ 75ാം വാർഷികമാണ് നമ്മൾ ഈ കഴിഞ്ഞ 25-ാം തീയതി ആചരിച്ചത്. അടുത്തത് 2025 നടക്കുന്ന ഖേലോ ഇന്ത്യ വിന്റർ ഗെയിംസിന്റെ വേദിയാണ് ലഡാക്ക്, ജമ്മു കാശ്മീർ. ആദ്യ ഭാഗം നടക്കുന്നത് ലഡാക്കിലും രണ്ടാം ഭാഗം നടക്കുന്നത് ജമ്മു കാശ്മീരിലുമാണ് കേട്ടോ. അതാണ് രണ്ടുപേര്. ഓക്കെ, ഏതാണ്? ഖേലോ ഇന്ത്യ കേട്ടോ. മറക്കരുത്, ഖേലോ ഇന്ത്യയും ഖോഖോയും ഒക്കെ മാറിപ്പോരുത്. നാസയുടെ ആദ്യ വനിതാ മേധാവി ജാനറ്റ് പെട്രോ. ഇമ്പോർട്ടന്റ് ആണ്. നാസയുടെ ആദ്യ വനിതാ മേധാവിയാണ് അത് ജാനറ്റ് പെട്രോ. ഇടക്കാല മേധാവിയാണ് കേട്ടോ. 2025 ഓസ്ട്രേലിയൻ ഓപ്പൺ ടെന്നീസ് വനിതാ കിരീടം നേടിയതാരെന്ന് വെച്ചാൽ മാഡിസൺ കെയ്സ് ആണ്. അമേരിക്കയാണ് സ്വദേശം. മാഡിസൺ കെയ്സ്. റണ്ണറപ്പ് ആര്യാന സബലങ്ക, ബെലാറസ് ആണ്. ഓസ്ട്രേലിയൻ ഓപ്പൺ വനിതാ ഡബിൾസ് കൂടി നോക്കുക. ഡബിൾസ് കിരീടം നേടിയത് കാത്തറീന സിനിയോക്കോവ, ടെയ്ലർ ടൗൺസെറ്റ്. ഓക്കെ, വേദി കൂടെ ഓർത്ത് വെച്ചേക്കാം. മെൽബൺ പാർക്കാണ്, ഓസ്ട്രേലിയ. അടുത്ത നിതി ആയോഗ് സാമ്പത്തിക ഭദ്രതാ സൂചിക. നമ്മൾ നിതി ആയോഗിന്റെ എല്ലാ സൂചികയും പഠിച്ചു. 2025 വരുന്നുണ്ട്, സോ നമുക്കത് പഠിക്കാം. 2025 1-ാം സ്ഥാനം. ഇത് സാമ്പത്തിക ഭദ്രതയാണ് കേട്ടോ. 1-ാം സ്ഥാനം ഒഡീഷ, 2ാമത് ഛത്തീസ്ഗഡ്, 3ാമത് ഗോവ, കേരളത്തിന്റെ സ്ഥാനം 15. ഏറ്റവും പിന്നിലുള്ളത് പഞ്ചാബാണ്. എത്രാമതാണ്? 18-ാമതാണ് കേട്ടോ. നിതി ആയോഗിന്റെ ഏതാണ്? സാമ്പത്തിക ഭദ്രതാ സൂചികയാണ് പറയുന്നത്. അടുത്തൊരു പദ്ധതിയാണ് കേട്ടോ, ഗ്രീൻ ദി ഗ്യാപ്പ് പദ്ധതി എന്ന് പറയും. പാലക്കാട് ചുരത്തിന്റെ ഹരിതവൽക്കരണം ലക്ഷ്യമിട്ട് ആരംഭിച്ച പദ്ധതിയാണ് ഗ്രീൻ ദി ഗ്യാപ്പ് കേട്ടോ. അടുത്ത് മിഷൻ ഫുഡ് ഫോഡർ വാട്ടർ, മിഷൻ FFW എന്ന് പറയുന്നത് ഒരു പദ്ധതി തന്നെയാണ്. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിനും വേനൽക്കാലത്ത് വനത്തിനുള്ളിൽ തന്നെ മൃഗങ്ങൾക്ക് ഭക്ഷണത്തിന്റെയും വെള്ളത്തിന്റെയും ലഭ്യത ഉറപ്പാക്കുന്നതിനും വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് മിഷൻ ഫുഡ് ഫോഡർ വാട്ടർ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത് ആസാമിന്റെ 2ാമത്തെ തലസ്ഥാനമായി പ്രഖ്യാപിച്ചത് ആരാണ്? ദിബ്രുഗഡ് ആണ് കേട്ടോ. പ്രഥമ തലസ്ഥാനം നമുക്കറിയാം ദിസ്പൂർ ആണ്. ആസാം ദിസ്പൂർ എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അപ്പൊ 2ാമത്തെ തലസ്ഥാനം ഏതാണ്? ദിബ്രുഗഡ്. ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ സമയം നടന്ന വനിത ആരെന്ന് ചോദിച്ചാൽ സുനിത വില്യംസ് ആണ്. നമുക്കറിയാം സുനിത വില്യംസ് ബഹിരാകാശത്ത് നടന്ന ആകെ സമയം 62 മണിക്കൂർ 6 മിനിറ്റ്. 62 മണിക്കൂർ 6 മിനിറ്റ് ആണ് കേട്ടോ. ബഹിരാകാശ സഞ്ചാരിയായ പെഗ്ഗി വിറ്റ്സൺ സ്ഥാപിച്ച റെക്കോർഡാണ് ആര് മറികടന്നത്? സുനിത വില്യംസ്. അടുത്ത് ബജറ്റ് ആണ്. ബജറ്റ് സെപ്പറേറ്റ് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്, അങ്ങനെ തന്നെ അത് പഠിക്കുക. കാരണം അതിൽ ഒരുപാട് കാര്യങ്ങൾ ഫുൾ ആയിട്ട് പറയുന്നുണ്ട്. ഇനിയും ബാക്കി നമ്മൾ അത് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ആയിട്ട് പഠിക്കുമെന്ന് പറഞ്ഞിരുന്നു. എന്ത് ചെയ്യുക, ബജറ്റ് സെപ്പറേറ്റ് തന്നെ പഠിക്കുക കേട്ടോ. ഇത് എന്നാലും ബജറ്റ് വരുന്നത് കൊണ്ട് നിർമ്മല സീതാരാമനുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് ഫാക്ട് ആണ് നമ്മൾ ഇന്നിവിടെ നോക്കുന്നത്. തുടർച്ചയായി 8 ബജറ്റുകളാണ് നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ചത്. 8 കേട്ടോ. തുടർച്ചയായി ഏറ്റവും കൂടുതൽ ബജറ്റുകൾ അവതരിപ്പിച്ച 2ാമത്തെ വ്യക്തിയാണ് CD ദേശ്മുഖ്. എത്ര തവണ? 7 തവണ. അപ്പൊ നിർമ്മല സീതാരാമനാണ് ഏറ്റവും കൂടുതൽ തുടർച്ചയായി. ഈ വാക്കിനാണ് ഇവിടെ പ്രാധാന്യം. തുടർച്ചയായിട്ട് 8 തവണ. തുടർച്ചയായിട്ട് 7 തവണ അവതരിപ്പിച്ചത് ആരാണ്? CD ദേശ്മുഖ് ആണ്. ഓക്കെ, 8 തവണയാണ് നിർമ്മല. പിന്നെ ഒരേ പ്രധാനമന്ത്രിക്ക് കീഴിൽ തുടർച്ചയായി 8 തവണ ബജറ്റ് അവതരിപ്പിച്ചതുമാര് തന്നെയാണ് നിർമ്മല സീതാരാമൻ. അത് വേറൊരു പോയിന്റ് ആണ് കേട്ടോ. ചിലപ്പോ അങ്ങനെയും ചോദിക്കാം, സ്റ്റേറ്റ്മെന്റിൽ എന്താ ചോദിക്കാൻ നമുക്കറിയില്ലല്ലോ. അപ്പം ഒരേ പ്രധാനമന്ത്രിക്ക് കീഴിലാണ് ആര്? നിർമ്മല സീതാരാമൻ. പിന്നെ നമുക്ക് അല്ലാതെ അറിയാം ഏറ്റവും കൂടുതൽ ബജറ്റ് അവതരിപ്പിച്ചത് ആരെന്ന് വെച്ചാൽ മൊറാർജി ദേശായി ആണ്. വിവിധ മന്ത്രിസഭകളിലായിട്ട് ഏറ്റവും കൂടുതൽ തുടർച്ചയായിട്ടാണ് നിർമ്മല സീതാരാമൻ. മൊറാർജി ദേശായി 10 തവണയാണ്. പിന്നെ വേറെ നമ്മുടെ P ചിദംബരം ഉണ്ട്. എത്ര തവണ? 9 തവണ. ഓക്കെ, തുടർച്ചയായി എന്ന് ചോദിച്ചാല് നിർമ്മല സീതാരാമൻ, ഏറ്റവും കൂടുതൽ നമ്മുടെ മൊറാർജി ദേശായി 10 തവണ. ദേശീയ വനിതാ കമ്മീഷന്റെ 33ാം സ്ഥാപക ദിനം എന്നാണ്? ജനുവരി 31 വനിതാ, നമ്മൾ നേരത്തെ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നോക്കിയായിരുന്നു. ഇത് വനിതാ കമ്മീഷന്റെ 33ാം സ്ഥാപക ദിനം എന്നാണ്? 2025 ജനുവരി 31 കേട്ടോ. 2025 പ്രമേയം നാരി തു നാരായണി എന്നാണ് അതിന്റെ 2025 പ്രമേയം. ദേശീയ വനിതാ കമ്മീഷൻ സ്ഥാപിതമായത് എന്നാണ്? 92 ജനുവരി 31. ഓക്കെയാണ്.
പിന്നെ നമ്മുടെ റിപ്പബ്ലിക് ദിനത്തില് മികച്ച ടാബ്ലോ അവതരിപ്പിച്ച സംസ്ഥാനം ഉത്തർപ്രദേശാണ്. എന്തായിരുന്നു? മഹാകുംഭമേളയായിരുന്നു അതിന്റെ ടാബ്ലോ നിശ്ചല ദൃശ്യം എന്ന് പറയുന്നത്. 2ാം സ്ഥാനം ത്രിപുര, 3ാം സ്ഥാനം ആന്ധ്രാപ്രദേശ് ആണ് കേട്ടോ. ഇത് വളരെ ഇമ്പോർട്ടന്റ് അല്ല, എന്നാലും നമ്മൾ കറണ്ട് അഫയേഴ്സ് ഈ മാസത്തെ കറണ്ട് അഫയേഴ്സ് കംപ്ലീറ്റ് നോക്കുമ്പോൾ നമ്മൾ അത് പറയുന്നേ ഉള്ളൂ കേട്ടോ. ചോദിക്കാനും ചാൻസ് ഉണ്ട്. അപ്പൊ ഇതൊക്കെയാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ജനുവരി മാസത്തിലെ കറണ്ട് അഫയേഴ്സ്. അപ്പൊ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. എല്ലാ മന്ത്ലി കറണ്ട് അഫയേഴ്സ് അപ്പൊ തന്നെ എന്ത് ചെയ്യുക, അപ്പൊ ഓരോ മാസം കഴിയുമ്പോൾ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ പഠിച്ചു പോവുക. എന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, കറണ്ട് അഫയേഴ്സിന് നല്ല മാർക്ക് മേടിക്കാൻ പറ്റുള്ളൂ. അപ്പൊ എന്ത് ചെയ്യുക, ബാക്കിയുള്ള ടോപ്പിക് വൈസ് കറണ്ട് അഫയേഴ്സ് നമ്മൾ എന്ത് ചെയ്യുക, അഫയേഴ്സ് നമ്മള് സെപ്പറേറ്റ് ആയിട്ട് ഇടുന്നതായിരിക്കും. ഓക്കെ ആണ്. അപ്പൊ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്, ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. ഓക്കെ, താങ്ക് യു.